നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിടിക്കപ്പെടില്ലെന്ന് നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് അതിനുവേണ്ടി പാകപ്പെടുത്തിയാൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു. എന്താ പറ്റില്ലേ? നീ ചെല്ല്, എന്നിട്ട് തന്ത്രപൂർവം ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കേ. മുത്തശ്ശൻ എന്താ കിടക്കാച്ചി ആയിട്ടാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത്. മണം കിട്ടിയപ്പോ തന്നെ വിശപ്പ് ഇരട്ടിയായി. ഹായ് മൈ സ്വീറ്റ് ഗ്രാൻഡ്പാ. എന്താ ഐറ്റം? ഏതായാലും നല്ല മണോ. പൊളിക്കൊന്നു തോന്നുന്നു. മോളിച്ചിലൂടെ നേരത്തെ വരുമെന്നാണ് ഞാൻ കരുതിയത്. കാണാതായപ്പോ വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടെന്ന് കരുതി നിന്റെ ഫേവറേറ്റ് ഐറ്റം ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാന്ന് വെച്ചു. താങ്ക് യു ഡിയർ ചക്ര മുത്തശ്ശ. മതി 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 സുഖിപ്പിച്ചത്. എന്നും ഞാൻ ഉണ്ടാക്കി തരുന്നത് കഴിച്ച് ജീവിക്കാമെന്നാണോ നിന്റെ വിചാരം? എനിക്ക് വയസ്സായില്ലേ? മോളും പാചകം ഒന്ന് മനസ്സിരുത്തി പഠിക്കണം. പോലീസാണെന്ന് കരുതി അതൊരു കുറവൊന്നുമല്ല. നാളെ നീ ഒരു അമ്മയാവണ്ടോളാ. അപ്പൊ നിന്റെ കുഞ്ഞുങ്ങൾക്കും കെട്ടിയവനും ഒക്കെ ഇതുപോലെ കിടുക്കാച്ചി ഐറ്റം ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ലേ? അത് നമുക്ക് നോക്കാം മുത്തശ്ശ. എന്നാലും മുത്തശ്ശന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് ഇവിടുത്തെ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി കഴിച്ചാൽ കിട്ടുമോ? ആ ഭക്ഷണത്തിന് മുത്തശ്ശന്റെ തനി നാടൻ ഐറ്റങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? മതി 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 മതി. നീ റൂട്ടൊന്നും മാറ്റണ്ട. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ ലൈഫിന്റെ കാര്യം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ നീ സ്ലിപ്പാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നില്ലല്ലോ. എല്ലാ മനുഷ്യന്റെ ഇച്ഛയ്ക്കൊന്നും നടന്നാൽ പിന്നെ നമുക്ക് ദൈവം തമ്പുരാന്റെ ആവശ്യമില്ലല്ലോ. മനുഷ്യരല്ലേ വലുതാവുക. ഇറക്കവും കയറ്റമൊക്കെയായി ഈ ജീവിതം സന്തുലിതാവസ്ഥയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതാണ് ഈശ്വരന്റെ ഒരു തിയറി. ജീവിതത്തിന്റെ സഞ്ചാര വഴികളിൽ നമ്മുടെ ലൈഫിലേക്ക് യാത്രക്കാരെ പോലെ ചിലര് കയറി ഇറങ്ങിപ്പോവും. അവരൊക്കെ കുറച്ച് സമയം മാത്രമേ നമ്മോടൊപ്പം ഉണ്ടാവൂ. അങ്ങനെ വരുമ്പോ പോയവരെ കുറിച്ച് ചിന്തിച്ചിരുന്ന് നമുക്ക് നമ്മുടെ ജീവിതം കൈവിട്ട് കളയാൻ പറ്റുമോ? ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു അല്പസമയം, അതാണ് ജീവിതം. ഈശ്വരനെ അനുഗ്രഹിച്ച് മനുഷ്യജന്മം നമ്മെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ജീവിതം പാഴാക്കി കളയാനല്ല, അത് ആസ്വദിച്ച് ജീവിച്ചു തീർക്കാൻ തന്നെ. എന്റെ സുന്ദരിക്കുട്ടി വിഷമിക്കാനല്ല കൂടെ കൂടെ മുത്തശ്ശരുടെ മോളെ ഓർമ്മിപ്പിക്കുന്നത്. എന്റെ മോള് അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാൻ വേണ്ടിട്ടാ. വിക്കി എവിടെ പോയതാ? അവനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആ പറഞ്ഞതുപോലെ ശരിയാണല്ലോ. അവൻ ഇതുവരെ എത്തിയില്ലേ? അമ്മേ, അവൻ എന്നെ വിളിച്ചിരുന്നു. അവൻ അന്വേഷണത്തിലാ. ഉടനെ വരാന്ന് പറഞ്ഞു. ഓ, സമാധാനമായി. ഞാൻ ഏട്ടത്തിന്റെ ഓഫീസിൽ പോയിരുന്നു. ഏട്ടത്തി അടുത്ത ദിവസങ്ങളിൽ അടുപ്പിച്ച് ലീവ് എടുത്തിട്ടുണ്ടെന്നാ ഞാൻ അവിടെ നിന്ന് അറിഞ്ഞത്. ലീവ് എടുക്കുന്ന കാര്യമൊന്നും അഞ്ജലി പറഞ്ഞു കേട്ടില്ലല്ലോ. ഇനി നിന്നോടെങ്ങാനും അവള് ലീവ് എടുക്കുന്ന കാര്യം പറഞ്ഞോ? ഇല്ലമ്മേ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഏട്ടത്തി ഈയിടെയായി ഓഫീസിലും വളരെ മൂഡ് ഓഫിലായിരുന്നു എന്നാ അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞത്. എന്തോ ഒരു കാര്യം ഏട്ടത്തിന്റെ മനസ്സിനെ അലട്ടിയിരുന്നുവെന്ന് ഏട്ടത്തിന്റെ ഓഫീസിലെ സുഹൃത്തുക്കൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ചുമ്മാതല്ല അഞ്ജലി ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാതിരുന്നത്.
അവൾക്ക് മറ്റെന്തോ മാനസിക പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഒന്ന് കണ്ടെത്തണം. ഏതായാലും ഈ വീട്ടിലുള്ള നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. അതീവ ജാഗ്രതയും വേണം. ഒന്നല്ല, 2 തരത്തിലാണ് നമ്മുടെ പ്രശ്നം. ഒന്ന്, നമ്മളറിയാതെ എവിടെയോ മറിഞ്ഞിരുന്ന് നമുക്കെതിരെ ചരട് വലിക്കുന്ന അജ്ഞാത ശത്രു. 2, പോലീസ്. അത് നമുക്ക് വലിയൊരു കീറാമുട്ടിയാണ്. ആ ദക്ഷ അവൾ അന്വേഷിച്ച് ഈ മുറ്റത്തേക്ക് തന്നെയാ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലെ ഒരു അംഗത്തെ കാണാതായിട്ട് അതിന്റെ പിന്നിലെ അജ്ഞാത സൂത്രധാരനെ കണ്ടുപിടിക്കുന്നതിന് പകരം പോലീസ് എളുപ്പവഴി പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. ആ പെങ്കൊച്ച ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി അന്വേഷിച്ച് നടക്കുന്നത് കണ്ടാൽ തോന്നും നമ്മളാ അഞ്ജലിയെ തട്ടിക്കൊണ്ടുപോയതെന്ന്. പോലീസിനെ പ്രതിസ്ഥാനത്ത് ഒരാളെ കിട്ടിയാ മതി, അവരുടെ പണി കഴിഞ്ഞെന്നേ. അതിപ്പോ നമ്മൾ ആരു വേണമെങ്കിലും പ്രതിയാകാം, അതല്ലെങ്കിൽ പോലീസ് ആക്കും. അങ്ങനെ വരാൻ ഒരു പോസിബിലിറ്റി ഇല്ല വലിച്ച. കാരണം ഈ കേസ് അന്വേഷിക്കുന്നത് CI ദക്ഷയാണ്. ഞാൻ അന്വേഷിച്ചു ഡിപ്പാർട്ട്മെന്റിൽ. അവർക്ക് ക്ലീൻ ഇമേജാ. അത് മാത്രമല്ല, ബുദ്ധിയിൽ അവർ രാക്ഷസിയാണെന്നാ പോലീസുകാർ തന്നെ പറയുന്നത്. സ്ട്രെയിറ്റ് ആൻഡ് ഇന്റലിജൻസ് ഓഫീസർ അവര്. അങ്ങനെയുള്ളൊരു പോലീസ് ഓഫീസർ ഒരിക്കലും നിരപരാധിയെ അപരാധിയാക്കില്ല എന്നാ എന്റെ വിശ്വാസം. അതെ അതെ, ആ മോള് നല്ല കുട്ടിയാ, മിടുക്കിയാ. അവള് നമ്മുടെ അഞ്ജലിയെ കണ്ടെത്തി തരുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. അതൊക്കെ ശരിയാ. പക്ഷേ അവര്, ആ ദക്ഷ എന്തോ മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മളോട് പെരുമാറുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. സംശയമല്ല, അത് ഉറപ്പാ. നമ്മളോടുള്ള അവരുടെ സമീപനത്തിൽ അവർക്ക് ഈ വിഷയത്തിൽ ഒരു മുൻവിധി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിയാ, ആ പറഞ്ഞത് തീർത്തും ശരിയാ. അവർക്ക് നമ്മളെ കാണുമ്പോൾ ആറ്റിറ്റ്യൂഡ് കാണുമ്പോ നമ്മൾ എന്തോ വലിയ ക്രൈം ചെയ്തു എന്ന ധാരണ അവർക്കുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. മനസാവാച അറിയാത്ത കാര്യങ്ങളിൽ സാഹചര്യ തെളിവ് വെച്ചിട്ട് നമ്മളൊക്കെ പ്രതിയെന്ന് വരുത്തി തീർക്കാനാണ് അവരുടെ ശ്രമം. നമ്മളിൽ ആർക്കു വേണേലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നറുക്കു വീഴാം. സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. മോളെ, മോളെ വാ, ഭക്ഷണം എടുത്തു വെച്ചു, വന്ന് കഴിക്ക്. എനിക്ക് വേണ്ട മുത്തശ്ശ, എനിക്ക് വിശപ്പില്ല. ദേ, നീ എന്റെ മുഖത്തേക്ക് നോക്കി. നീ പറ, നിനക്ക് വിശപ്പില്ലേ? ഇല്ലെന്നേ. അതൊക്കെ ഇങ്ങ് വിട്. എന്റെ മോൾക്ക് മുത്തശ്ശൻ പറഞ്ഞ സങ്കടമായോ? അതല്ല മുത്തശ്ശ. ഇതാണ് അറിവുള്ളവർ പണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ലെന്ന്. അതൊന്നും അല്ലെന്നേ. ശരിക്കും എനിക്ക് വിശപ്പില്ലാഞ്ഞേട്ടാ. അതുകൊണ്ടാണോ നീ വന്നു കയറിയപ്പോ നിങ്ങളുടെ പോലീസ് നായെ പോലെ മണം പിടിച്ച് നേരെ അടുക്കളയിലേക്ക് വന്നത്? മോളെ, മുത്തച്ഛനോട് കള്ളം പറഞ്ഞ് നിനക്ക് നിൽക്കാൻ പറ്റുമോ? നിന്റെ മനസ്സൊന്ന് പിടഞ്ഞ അതിന്റെ പൾസ് ദേ ഈ ചങ്കിലിടിക്കും. നീ ഒന്നും ഉരിയാടിയില്ലെങ്കിൽ പോലും നിന്റെ മനസ്സ് കാണാൻ ഈ മുത്തശ്ശനെ കഴിയുമെന്ന സത്യം എന്റെ മോട് മനസ്സിലാക്കിയിട്ടില്ല. നിനക്കിഷ്ടപ്പെട്ട ബീഫ് കൊണ്ടാട്ടം എന്തിനാ മുത്തശ്ശൻ മെനക്കെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് ആർക്ക് കഴിക്കാനാ?
എൻ്റെ മോള് മുത്തച്ഛനെ വിഷമിപ്പിക്കല്ലേ. എൻ്റെ മുത്തല്ലേ, എഴുന്നേറ്റ് വാ, നമുക്ക് കഴിക്കാം.